അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അന്നൊരിക്കൽ നബി തങ്ങൾ പള്ളിയിൽ വെച്ച് കണ്ടപ്പോഴാണ് ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തത്. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു നിസ്കാരം നടക്കാൻ സാധ്യതയില്ലാത്ത നേരത്ത് ളുഹറിന്റെ മുമ്പ് പള്ളിയിൽ നിരന്തരമായി വന്നിരിക്കുന്നത് കാണുമ്പോൾ ചോദിച്ചു, അബൂ ഉമാമ എന്തേ നിങ്ങൾ ഈ നേരത്തെ പള്ളിയില് ജോലിക്ക് പോകുന്നില്ലേ ചോദിച്ചാൽ പറഞ്ഞു, നബിയെ ദുയൂനി വഹുമൂമി ലസിമത്നി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഒരുപാട് കടമുണ്ട് നബിയെ, സങ്കടവുമുണ്ട് നബിയെ, ടെൻഷനാ നബിയെ, കടമാണ്, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വന്നിരിക്കാൻ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കടവും പ്രയാസമൊക്കെ വരുമ്പോ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി വരാൻ പള്ളിയിൽ കയറിയിരിക്കാൻ. വിധങ്ങൾ ആ സങ്കടം ഇങ്ങനെ കണ്ടപ്പോൾ സഹാബിയോട് ചോദിച്ചതാണ്, യാ അബൂ ഉമാമ അലാ ഉഅല്ലിമുക കലിമാത്തിൻ ലൗ ഖുൽതഹാ ഖദല്ലാഹു അൻക ദൈനക വകഫാക ഹമ്മക ബിമഅനൽ ഹദീസ്. മഹാനായ നബി തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഉമാമ നിങ്ങൾക്ക് ഞാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? അത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ കടം അല്ലാഹു വീട്ടിത്തരികയും നിങ്ങളുടെ ടെൻഷൻ അല്ലാഹു ഒഴിവാക്കി തരികയും ചെയ്യും. ഞാനത് പഠിപ്പിച്ചു തരട്ടെയോ? ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ പറഞ്ഞു തരൂ. കടബാധ്യതയുള്ള ആളുകളൊക്കെ ഇത് ധാരാളം ചൊല്ലിക്കോളൂ. വലിയ അസറുള്ള ദുആയാണ്, വലിയ ഫലമുള്ള ദുആയാണ്. നബി തങ്ങൾ പഠിപ്പിച്ചു. സ്വഹാബി പറയാ, ഞാനത് രാവിലെയും വൈകുന്നേരം എന്നോട് ചൊല്ലാനാണ് നബി തങ്ങൾ പറഞ്ഞത്. ഞാനത് ചൊല്ലി, എവിടെന്നാണ് എന്റെ കടം വീടാന്നറിയില്ല, അള്ളാഹു എന്റെ കടങ്ങളൊക്കെ വീട്ടി തന്നു എന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ, ആഴ്ചകൾക്കുള്ളിൽ തന്നെ, ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചാലും എന്റെ കടം വീടില്ല എന്ന് വിചാരിച്ചത് എനിക്ക് അള്ളാഹു പെട്ടെന്ന് വീടി തന്നു. പറയാൻ പറഞ്ഞു നബി തങ്ങൾ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. ഇത് ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ സങ്കടം വരുന്നതിൽ നിന്ന്, ടെൻഷൻ വരുന്നതിൽ നിന്ന് നീ എനിക്ക് കാവൽ നൽകണേ പടച്ചവനെ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അല്ലാഹുവേ മടി പിടിക്കുക, മടിയാവുക, ആലസ്യം, ഒന്നിനും ഉന്മേഷമില്ല. വൽ അജ്സ്, അശക്തത വരുന്നത്, ഉന്മേഷക്കുറവുണ്ടാകുന്നത് അല്ലാഹുവേ എനിക്ക് തരല്ലേ റബ്ബേ. എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക, അത് അല്ലാഹു തരുന്നൊരു നിഅമത്താണ്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, അല്ലാഹുവേ നീ തരുന്ന പൈസ നിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ പിശുക്ക് വരിക, തരല്ലേ റബ്ബേ എനിക്ക് പിശുക്ക് വേണ്ട. വൽ ജുബ്ൻ, അല്ലാഹുവേ ജുബ്നി വൽ ബുഖൽ, അല്ലാഹുവേ ഭീരുത്വം, ധൈര്യമില്ലായ്മ, എപ്പോഴും പേടി, എന്തിനും പേടി, അതുവരല്ലേ റബ്ബേ എനിക്ക് ധൈര്യം വേണം, എനിക്ക് ദാനധർമ്മം ചെയ്യാനുള്ള വിശാല മനസ്സും വേണം റബ്ബേ. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ, അല്ലാഹുവേ കടങ്ങൾ കുമിഞ്ഞുകൂടുന്നതും അതുപോലെ തന്നെ ജനങ്ങൾ എന്നെ വന്ന് ഉപദ്രവിക്കുന്നതും അല്ലാഹുവേ നീ എനിക്ക് കാവൽ നൽകണമേ. കാരണം കടമായി കഴിഞ്ഞു, കടം ചോദിക്കാൻ വന്നാൽ ഇപ്പൊ ഗുണ്ടകളൊക്കെ വിടുന്ന കാലമാണ്. പടച്ചവനെ അപമാനിതനായി പോകും റബ്ബേ, അല്ലാഹുവേ നിന്റെ കാവൽ വേണം. ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ ദുആ നമുക്ക് ആരുടേതാണ് അല്ലാഹു സ്വീകരിക്കുന്നത് എന്ന് ഇവിടെ ആരും അവകാശവാദം പറയാതിരിക്കാൻ. പിന്നെ എങ്ങനെ ആളുകൾ അവകാശവാദം പറയുന്നത്? ഇൻസാൻ, ഒരു മനുഷ്യനും പറയരുത്, ഒരു മുഅ്മിനായ മനുഷ്യനും പറയരുത് അന ഖൈറും മിൻഹും, ഞാൻ അവരെക്കാളും മുന്തിയവനാണെന്ന് ഒരാണോ ഒരു പെണ്ണോ ഈ ലോകത്ത് അവകാശം പറയരുത്. കാരണം സ്വർഗലോകത്ത് എത്തുന്നവരല്ലയോ വിജയിക്കുന്നത്, സ്വർഗലോകത്തെത്തുന്നവർക്കല്ലേ വിജയമുള്ളൂ. അവരാരാണ് എന്നറിയുന്നത് അല്ലാഹു ജല്ല ജലാലു മാത്രമല്ലേ. പുണ്യനിബിധങ്ങൾ നമുക്ക് പേര് പറഞ്ഞു തന്നവരും അല്ലാത്ത ആരെക്കുറിച്ചാണ് നമുക്ക് ശഠിച്ചു പറയാൻ പറ്റുന്നത്? അതുകൊണ്ട് ആരും അങ്ങനെ പറയരുത്. ഉമറേ, സൽക്കർമ്മം അല്ലാഹു സ്വീകരിക്കണം, അതുകൊണ്ട് അവകാശവാദങ്ങൾ പറയരുത് എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട്. എന്നിട്ട് ശ്രദ്ധിക്കുന്നവർ അവസാനിപ്പിക്കുകയാണ്, ഉമറേ, ഞാൻ ഈ പറഞ്ഞ സാരോപദേശം നിങ്ങൾ മനഃപ്പാഠമാക്കുകയും സ്വീകരിക്കുകയും നിങ്ങൾ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്താൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത വരാനുള്ള ഏതൊരു സംഗതിയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ സംഗതി പിന്നെ മരണമായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ മരണം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരിക്കും.
വഇദാ ളയ്യഅത വസിയതി ഹാദിഹി, എൻ്റെ ഈ വസിയത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുകയാണെങ്കിൽ വരാൻ പോകുന്ന മരണം നിങ്ങൾക്ക് വെറുപ്പായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഈ വസിയത്ത് അങ്ങനെ സ്വീകരിച്ച മഹാനാണ്. നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, ശരീഅത്തിന് വേണ്ടി കർക്കശമായ നിലപാടുകൾ ഉമർ റളിയല്ലാഹു അൻഹു എടുത്തത് നമുക്ക് ചരിത്രത്തിൽ എത്രയാണ് വായിക്കാൻ കഴിയുന്നത്, പഠിക്കാൻ കഴിയുന്നത്. ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിം, ആരെന്തു പറഞ്ഞാലും അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരാളുടെയും ആക്ഷേപത്തിന് ചെവി കൊടുക്കാത്ത മഹാനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് മരണമാസന്നമായ നേരത്ത് പോലും ഉമർ റളിയല്ലാഹു അൻഹു എന്തൊരു ആശ്വാസത്തിലായിരുന്നു, വല്ലാത്ത ആശ്വാസത്തിലല്ലേ. അതിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാനുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണോ മഹാനായ ഉമർ എന്നവരെ ഉപദേശിച്ചത്, ആ ഉപദേശം അങ്ങനെ ശിരസാ വഹിച്ചുകൊണ്ടാണ് ഉമർ എന്നവർ ജീവിക്കുന്നത്. ഈ ഉപദേശമൊക്കെ കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കറേ ലഖദ് അത്അബ്തൽ ഖുലഫാ മിൻ ബഅദിക്, അബൂബക്കറേ നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഖലീഫമാരെ നിങ്ങളങ്ങ് തളർത്തിക്കളഞ്ഞല്ലോ. നിങ്ങളെപ്പോലെ ആർക്കാണ് ആവാൻ കഴിയുക? ആയിഷ ബീവിയോടാണ് നമ്മുടെ പുതപ്പ് ഇനി നമുക്കുള്ളതല്ല ഉമർ എന്നവർക്ക് കൊടുത്തേക്കിൻ, അവരാണല്ലോ ഇനി ഭരണാധികാരി, ഖലീഫയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഒട്ടകം, നമ്മൾ പാല് കറന്നിരുന്ന ഒട്ടകം, അത് ഇനി നമ്മുടേതല്ല മോളെ, മുസ്ലിമീങ്ങളുടെ പൊതുഖജനാവിലേക്ക് തിരിച്ചു കൊടുക്കണം. പാല് കുടിക്കാൻ നമ്മൾ ഉപയോഗിച്ച പാത്രം പോലും നമ്മളുടേതായിരുന്നില്ല മോളെ, അത് തിരിച്ചു കൊടുക്കണേ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വസിയത്ത് ചെയ്തുകൊണ്ടാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. വജാഅത് സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ് ذلك ما كنت منه تحيد, മരണത്തിന്റെ അവസാനത്തെ വെപ്രാള സമയം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾ വരരുത് എന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ലേ, ഒരിക്കലും ആഗ്രഹിക്കാത്ത സമയമായിരുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്ന ആ നേരം ഞാനും നിങ്ങളും അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമാവണം എന്നില്ല ഇത് വരുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന നേരത്താകാം. അല്ലാഹു അലം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ നേരം നിന്നിലേക്ക് യാത്രയാകുന്ന സമയമാവണം, ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള സമയം. അല്ലാഹുമ്മ ജഅൽ അസ്അദ അയ്യാമിനാ യൗമ നൽഖാക്, ഞങ്ങൾ നിന്നെ കാണാൻ വരുന്ന ആ ദിവസമാകണം റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. ആമീൻ പറയണേ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ കാണാൻ ഇവിടെ നിന്ന് യാത്രയാവുന്ന, മരണം സംഭവിക്കുന്ന ദിവസം അത് വെപ്രാളമില്ലാതെ സന്തോഷത്തോടെ നിന്നെ കാണാനുള്ള യാത്രയാണെന്ന് മനസ്സിൽ കരുതി സന്തോഷിച്ച് സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിനാത്തുകൾക്ക് മുഴുവൻ നീ നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വഹാബികളുടെ വസിയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ, ഇവരുടെയൊക്കെ ചില വസിയത്തുകൾ സമയമുണ്ടെങ്കിൽ നമുക്ക് ചില പാഠങ്ങൾ അവർ നൽകുകയാണ്. കാരണം മരണത്തിന്റെ രംഗം അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന ഒരു കശ്ഫിന്റെ നേരമാണ്, കാണാത്തത് കാണാൻ കഴിയുന്ന നേരമാണ്. പല വിഷയങ്ങളുടെയും രഹസ്യങ്ങൾ അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നേരമാണ് മരണമാസന്നമാകുന്ന സമയം. ആ സമയത്ത് മുഅ്മിനീങ്ങളോട് നൽകുന്ന സാരോപദേശം കഴമ്പുറ്റതാണ്. ആ വാക്കുകൾക്ക് ഖനമുണ്ട്, ആ വാക്കുകൾക്ക് നല്ല ആശയമുണ്ട്, ആ വാക്കുകൾക്ക് നാളെ ആഖിറത്തിലേക്ക് നമ്മളെ നയിക്കാനുള്ള പവറുണ്ട്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് വസിയത്ത് ചെയ്തത്, ആയിഷ ബീവിയെ വിളിച്ച് വസിയത്ത് ചെയ്തത്. 3 കഫംപുടയിലാണ് ഹബീബിനെ മറവ് ചെയ്തതെങ്കിൽ എന്നെയും 3-ൽ തന്നെ ചെയ്യണം. 2 ഞാൻ ഇപ്പോൾ ഉടുക്കുന്ന വസ്ത്രവും, 3-മത്തേത് ആരെങ്കിലും ഉടുത്തു കഴിഞ്ഞ ഒരു വസ്ത്രം മതി, എനിക്ക് 3-മത്തേത് പുതിയത് വേണ്ട, പുതിയത് ധരിക്കാൻ നല്ലത് ജീവിച്ചിരിക്കുന്നവരല്ലേ, മയ്യിത്തിന്റെ കൂടെ പോകുന്ന കഫംപുടയല്ലേ, എനിക്ക് പഴയത് മതി മോളെ എന്ന് മോളോട് വസിയത്ത് ചെയ്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ആ ഒരു നേരത്തേക്കുള്ള ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. അല്ലാഹു ആ നേരം പുഞ്ചിരിച്ച് സന്തോഷത്തോടെ സ്വർഗം കണ്ട് മലക്കുകളുടെ റഹ്മത്തിന്റെ മലായികത്തിന്റെ മുഖം കണ്ട് അല്ലാഹുവിലേക്ക് കണ്ണുയർത്തി പടച്ചതമ്പുരാന്റെ ജനാബിലേക്ക് യാത്രയാകുന്നു എന്ന സന്തോഷത്തോടുകൂടെ യാത്രയാകാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ.
ഈ യാത്ര അനിവാര്യമാണ്. ഉംറക്ക് പോകുമില്ലേ, പോകാതിരിക്കാം. ഗൾഫിലേക്ക് പോകുമില്ലേ, പോകാതിരിക്കാം. പക്ഷേ നാളെ ഖബറിലേക്ക് പോകുമില്ലേ, പോകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഉറപ്പുള്ള വിഷയത്തിനാണ് അറബിയിൽ യഖീൻ എന്ന് പറയാം. മരണത്തിൻ്റെ മറ്റൊരു പേര്, മരണത്തിന് എന്താ അറബി പറയാം, മൗത്ത് എന്നാണ്. പക്ഷെ മരണത്തിന് ഖുർആനിട്ട വേറൊരു പേരുണ്ട്, അൽ യഖീൻ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണമാസന്നമാകുന്നവരെ അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഉറപ്പ് വരുന്നവരെ എന്നല്ല, അവിടെ യഖീൻ അർത്ഥം അൽ മൗത്ത്. കാരണം വരുമെന്ന് പറഞ്ഞ് ഉറപ്പിച്ചും വരുന്നത് ഓരോരുത്തരുടെയും മരണമാണെന്നാണ്. അള്ളാഹു അത് മറച്ചിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. എത്രയോ ജന്തുക്കൾ, മനുഷ്യർ ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മരിച്ചതിനെ പെട്ടെന്ന് മറവ് ചെയ്യും. ചത്തുപോയ ജീവജാലങ്ങളെ കൊണ്ടുപോയി എടുത്തുകൊണ്ടുപോകും. മരണം സംഭവിച്ചത് നമ്മൾ കണ്ണിൽ കാണുന്ന സമയങ്ങൾ കുറവാണ്. മരണത്തെ അള്ളാഹു മൂടിവെക്കുകയാണ്. അതെപ്പോഴും നമ്മുടെ മുമ്പിൽ ഓരോരുത്തരും മരിച്ചിങ്ങനെ വീഴുകയായിരുന്നുവെങ്കിൽ ജീവിക്കാൻ ഒരാശയോ ഒരാഗ്രഹമോ ജീവിതത്തോട് എന്തെങ്കിലും ഒരഭിനിവേശമോ ആർക്കും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഇത് മറച്ചു വെച്ചത്. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറവ് ചെയ്യും. റോഡരികിൽ ചത്തുകിടക്കുന്ന ആടുകൾ, ചിലപ്പോൾ വണ്ടി തട്ടി ചത്തുപോകുന്ന നായകൾ, പൂച്ചകളൊക്കെ ഉണ്ടാകും. അതൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് നീക്കിക്കൊണ്ടുപോകാൻ. കന്നുകാലികൾ ചത്തു വീഴുന്നുണ്ട്, അത് പെട്ടെന്ന് അവിടെ നിന്ന് നീക്കം ചെയ്യും. മരിച്ചു കഴിഞ്ഞവരെ പെട്ടെന്ന് കൊണ്ടുപോയി മറവ് ചെയ്യും. അതുകൊണ്ട് മരണത്തിൻ്റെ കാഴ്ചകൾ പോലും അള്ളാഹു കുറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് വരുമെന്ന് ഉറപ്പുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് പേടിക്കാൻ വേണ്ടി പറയല്ല. ഒരു യാത്രയുണ്ട് എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി ഒരുങ്ങിയാൽ ഒരു പ്രയാസമില്ല. നിങ്ങൾ ഗൾഫിലേക്ക് അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറി യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡോക്യുമെൻ്റ് വേണം. നിങ്ങളുടെ പാസ്പോർട്ടോ നിങ്ങളുടെ വിസയോ മറ്റു ഡോക്യുമെൻറ്റുകളോ ഒക്കെ വാലിഡാണ്. അതൊക്കെ വളരെ കൃത്യമാണ്, രേഖ വളരെ ക്ലിയറാണ്. നിങ്ങളൊരു സ്മഗ്ലിങ്ങോ ഒന്നും നടത്താൻ പോവുകയല്ല, നിങ്ങളൊരു ഹലാലായ യാത്രക്ക് പോവുകയാണ്. ഒരു പേടിയും ഒരു കൂസലും ഇല്ലാണ്ട് നിങ്ങൾക്ക് നേരെ ഇമിഗ്രേഷനിലേക്ക് പോകാം, അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർജ് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെൻറ്റുകൾ ഫേക്കാണ്, അവിടെ പേടിച്ച് വറക്കേണ്ടി വരും. ആ ഒരു യാത്ര പിന്നെ പേടിയാവും. തലേ ദിവസം മുതൽ പേടി തുടങ്ങും, സ്വപ്നം കണ്ടു തുടങ്ങും, അവിടെ പിടിച്ചുകൊണ്ടോണെന്നും പോലീസ് പൊക്കിക്കൊണ്ടുപോകുന്നതും. കാരണം പോകുന്നത് ഫേക്ക് ഐ ഡിയുമായിട്ടാണെന്ന് പോകുന്ന ആൾക്ക് ആദ്യമേ അറിയാം. നേരെ മറിച്ച് അതൊന്നുമില്ലെങ്കിൽ റിലാക്സ്. എന്തിനു പേടിക്കണം? മരണത്തിന് വേണ്ടി ഒരുങ്ങുക. ജീവിതത്തിൽ പൊരുത്തപ്പെടിക്കാനുള്ള കാര്യങ്ങളൊക്കെ പൊരുത്തപ്പെടിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയത് പരസ്പരം ക്ഷമിച്ചു കൊടുക്കുക. അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ. ആ ഒരു യാത്ര അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന് ഇമാമ് നിൽക്കുമ്പോൾ മഹാനവറുകൾക്ക് കുത്തേറ്റത് നമ്മൾക്കറിയും, വയറ്റിന് കുത്തേൽക്കുകയാണ്. അബൂ ലുഅ്ലുഅത്തുൽ മജൂസി. ഈ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടവരായിരിക്കും. അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് കിടക്കുകയാണ്. ആ സമയം മഹാനവറുകൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, എൻ്റെ നിസ്കാരം അസ്വല. സ്വഹാബിമാർ ഉമർ എന്നവര് എഴുന്നേൽക്കാൻ വേണ്ടി, മഹാനായ ഉമർ എന്നവര് ബോധം കെട്ട് കിടക്കുമ്പോൾ ഇന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പല നിലക്കും വിളിച്ചു നോക്കി, ഉണരുന്നില്ല. അപ്പോഴാണ് ഒരു സ്വഹാബി ഉമർ എന്നവരുടെ ചെവിയിൽ വന്ന് മന്ത്രിച്ചത്, അസ്വലാഹ് യാ ഉമർ. ഉമറേ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ ആ സുബഹി നിസ്കാരം ഒരു റക്അത്തല്ലേ നിസ്കരിച്ചുള്ളൂ, രണ്ടാമത്തെ റക്അത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും ശത്രു വന്ന് നിങ്ങളെ കൊല ചെയ്യുകയാണുണ്ട്, അതിൽ നിങ്ങളുടെ വയറ്റിൽ കുത്തുകയാണുണ്ടായത്. അതുകൊണ്ട് ഈ നിസ്കാരം എന്നൊരു വാക്ക് ചെവിയിൽ മഹാനവറുകൾ കേട്ടപ്പോഴാണ് കണ്ണു തുറന്നത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അപ്പോഴാ കണ്ണു തുറന്നു. അതുവരെ ബോധം കെട്ട് കിടക്കുക. നിസ്കാരം എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് കണ്ണു തുറന്നു. യാ അല്ലാഹ്, എത്ര ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ബോധമില്ലാതെ കിടക്കും. ളുഹറിൻ്റെ സമയമായ മക്കളെ വാങ്കൊടുത്തോ, എനിക്ക് നിസ്കരിക്കണം, പിന്നെ മിണ്ടൂല. പിന്നെ അടുത്ത നിസ്കാരത്തിൻ്റെ സമയം, മക്കളെ വാങ്കൊടുത്തോ, മക്കളെ നിസ്കാരത്തിന് സമയമായോ. ഇങ്ങനെ ഉറക്കത്തിൻ്റെ ബോധമില്ലായ്മക്കിടയിൽ നിന്ന് നിസ്കാരത്തിൻ്റെ സമയമായോ എന്ന് ചോദിച്ച് ആ നേരത്തെ നിസ്കരിക്കാൻ വെമ്പൽ കൊള്ളുന്ന എത്ര ഉമ്മമാർ ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അത്തരം നന്മകൾ ഈ ഉമ്മത്തിൽ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്വലാ ലാ നജിദു അംറൻ യൽഫിതു നദറ ഉമറിൻ മിഥല അസ്വലാഹ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ അസ്വലാ, നിസ്കാരം എന്ന ആ ഒരു വാക്കിനോളം വേറെ ഒന്നുമില്ലായിരുന്നു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ വാക്ക് കേട്ടപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് നിസ്കരിക്കണം. മഹാനവറുകൾ വിറക്കാൻ തുടങ്ങി. അമാ ഇന്നഹു ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്വലാ
നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഈ ദീനിൽ യാതൊരു സ്ഥാനവുമില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് ഉദു എടുത്തു തരണേ. ഇത് പറയുമ്പോ വയറ് തുറന്നിരിക്കുകയാണ്. ആലോചിക്കണം, കുടൽമാലകൾ അറ്റുപോയിരിക്കുകയാണ്. ഫറൂഖ് റളിയല്ലാഹു അൻഹു ഉദു എടുത്ത് നിസ്കരിച്ചു. കിടന്ന കിടപ്പ് ചോരങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരമാസകലം രക്തം വാർന്നുകൊണ്ടിരിക്കുക. ഓപ്പറേഷൻ ചെയ്യാനൊന്നും പറ്റില്ല എന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കി, എന്തായിരിക്കും? ഒരു അനസ്തേഷ്യ പോലും ചെയ്തിട്ടില്ല. അപ്പൊ ആളുകൾ ചോദിച്ചു, ഡോക്ടർമാരവിടെ വന്നു. അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളുടെ മുറിവ് ഞങ്ങൾക്കൊന്ന് കെട്ടിവെക്കണം. നസ്ഖീകൽ ഖംർ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരൽപ്പം മയക്കാൻ വേണ്ടി മദ്യം തരട്ടെയോ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. ഒരൽപ്പം മയക്കാൻ വേണ്ടി ഒരു മരുന്നെന്ന നിലക്ക് വേറെ ഒന്നും ശമനം ചെയ്യാതെ വന്നപ്പോ ഒരു ഖംർ, ഒരൽപ്പം മദ്യത്തിന്റെ ഭാഗം തരട്ടെയോ, അത് കുടിച്ചാൽ നിങ്ങൾക്ക് ബോധം പോയാൽ നിങ്ങളുടെ മുറിവ് ഞങ്ങൾക്ക് എന്തെങ്കിലും തുന്നിപ്പിടിപ്പിക്കാം. ഫറൂഖ് റളിയല്ലാഹു അൻഹു അതിന് സമ്മതിച്ചില്ല. മഹാനവർ പറഞ്ഞു, അല്ലാഹു ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞത് എൻ്റെ മരണസമയത്ത് പോലും എനിക്ക് തരല്ലേ. ആ വേദന സഹിക്കലാണ് മദ്യമിന്റെ വായിലേക്ക് പോകുന്നതിനേക്കാളും എനിക്ക് ഖൈർ. ഞാനത് സഹിച്ചുകൊള്ളാം. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ ഒരു ചരിത്രമുണ്ട്. ഇങ്ങനെ കാല് മുറിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഡോക്ടർമാർ നസ്ഖീക ഖംറൻ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരൽപ്പം മദ്യം നൽകട്ടെയോ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം കാല് പച്ചയിൽ മുറിക്കാൻ അനുമതി കൊടുത്ത മഹാനായ താബിഈയുണ്ട്, അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ. നസ്ഖീക ഖംറൻ, ഞങ്ങൾ മദ്യം തരട്ടെയോ അമീറുൽ മുഅ്മിനീനെ എന്ന് പറഞ്ഞപ്പോ എനിക്കത് തരല്ലേ, അള്ളാഹു അനുവദിക്കാത്തത് എനിക്ക് വേണ്ട എന്ന് അവിടെ വന്ന ആളുകൾ മുഴുവൻ കേൾക്കെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിസമ്മതിക്കുന്നത് നമ്മൾ അറിയണം. ലഹരിക്ക് പിന്നാലെ ഓടുന്ന യുവതലമുറ അറിയണം, ലഹരി എന്നത് മനുഷ്യന്റെ ബുദ്ധിയെ മയക്കി കിടത്തുന്നതാണ്. ഏതൊന്നാണോ ബുദ്ധിയെ മറച്ചു വെക്കുന്നത് അത് മുസ്കിറാണ്, അതിന്റെ വിധി ഹറാമാണ് എന്ന് അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കണം. അത് പൗഡർ ആവട്ടെ, ഇഞ്ചക്ഷൻ ആവട്ടെ, സ്മെല്ല് ചെയ്യുന്നതാവട്ടെ, കുടിക്കുന്നതാവട്ടെ, തിന്നുന്നതാവട്ടെ, എന്താവട്ടെ, നാവിനടിയിൽ വെച്ചുകൊണ്ടാവട്ടെ, ഏതെല്ലാം ലഹരിയുണ്ടോ ആ ലഹരി ശരീരത്തിലേക്ക് വെച്ചു കൊടുക്കുന്നത് അള്ളാഹു തന്ന ശുദ്ധമായ പ്രകൃതത്തെ മലിനപ്പെടുത്തുന്നതിന് തുല്യമാണ്. നമ്മുടെ പ്രവർത്തകന്മാർ വരുന്നുണ്ട്, ബക്കറ്റുമായി നമ്മളെ സമീപിക്കുന്നുണ്ട്. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന നല്ലൊരു സഹായം നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് നിങ്ങളെല്ലാവരും സഹായം ചെയ്യണം. അള്ളാഹു ജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകന്മാർ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി അവരെ സഹായിക്കണം. നമ്മുടെ ഈ പരിപാടി നമ്മുടെ ദാറുൽ അൻവാർ സ്ഥാപനത്തിൻ്റെ മുറ്റത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന് ഒരിക്കലും ഒരു ബാധ്യതയാവരുത് നമ്മുടെ ഈ പരിപാടി. എല്ലാവരും സഹായിക്കണം. ഒരുപാട് മക്കൾ പഠിക്കുന്ന സ്ഥാപനമാണ്. ഇവിടെ അവർക്ക് വേണ്ടി താമസവും ഭക്ഷണവും ഒരുക്കുന്ന ഒരു വീടാണിത്. ഇതിൻ്റെയൊക്കെ ഒരുപാട് ചെലവുണ്ട്. എന്തെങ്കിലും മിച്ചം വന്നാൽ ഈ സ്ഥാപനത്തിനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും നഖമഴിഞ്ഞ് സഹായിക്കണേ. ഒരു 3 സ്വലാത്ത് ചൊല്ലിയിരിക്കാം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വസല്ലിം അലൈഹി. എല്ലാവരും എണീക്കാൻ പറ്റുന്ന വേദിയിലുള്ളവരല്ല, സ്റ്റേജിലുള്ളവർ എണീക്കരുത്. സദസ്സിലുള്ളവരൊന്ന് എഴുന്നേറ്റ് ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് നല്ല റാഹത്തിലിരിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയത്തിലേക്ക് എത്താൻ ഇനി അരമണിക്കൂറും 10 മിനിറ്റേ ഉള്ളൂ. ഇൻഷാ 40 മിനിറ്റോടുകൂടെ ഞാൻ അവസാനിപ്പിക്കും. ഞാൻ ഇടയ്ക്ക് തിരക്കണ്ടെങ്കിൽ പോയിക്കോളിട്ടാ. ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد
وعلى آل سيدنا محمد وبارك وسلم عليه آمين. ഹബീബായ നബിയുടെ ഹദറത്തിലേക്ക് ഈ സ്വലാത്തുകൾ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അവിടത്തോടൊരു ആത്മീയമായ ബന്ധം ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരണേ റബ്ബേ. അവിടുത്തെ ശഫാഅത്തിന് അർഹരാക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഈ ദീനിൽ യാതൊരു സ്ഥാനവുമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ നേരത്ത് നിസ്കരിക്കുകയാണ് ഫറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണേ. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ഫർളുകൾ അള്ളാഹു സ്വീകരിക്കും. ആ ഫർളുകൾ കഴിഞ്ഞിട്ടേ അള്ളാഹുവിന് സുന്നത്തുകൾ വേണ്ടൂ എന്ന് മഹാനായ സുദ്ദീഖ് തങ്ങൾ പറഞ്ഞ വസിയത്ത് ഓർമ്മയില്ലേ? ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. ഒരാഘോഷമുണ്ടെങ്കിൽ അന്ന് നിസ്കാരമില്ല. വീട്ടിലൊരു സൽക്കാരമോ വിവാഹമോ ഉണ്ടെങ്കിൽ വിവാഹ തലേന്നില്ല, വിവാഹത്തിന്റെ അന്നില്ല, പുതിയാപ്പിളക്ക് നിസ്കാരമില്ല, തേടിപ്പോകുന്ന പെണ്ണുങ്ങൾക്കില്ല, കൂടെ പോകുന്നവർക്കില്ല, കുട്ടികൾക്കില്ല. ആരും നിസ്കരിക്കാതെ എങ്ങനെയാണ് ഒരു ദിവസം കഴിച്ചു കൂട്ടുന്നത്? മേക്കപ്പ് പോകുമോ? അലങ്കാരം നഷ്ടപ്പെടുമോ? ഭംഗി കുറഞ്ഞു പോകുമോ? ഈ പേടിയും പറഞ്ഞ് ജോലി തിരക്ക്. ആ ഒരു വിവാഹത്തിന്റെ ദിവസം എത്ര ഖൈറായ, അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ട, ശുക്ർ ചെയ്യേണ്ട ദിവസം, അള്ളാഹു ഒരു നിഅ്മത്ത് തരുന്ന ദിവസം റബ്ബിനോട് തിരിച്ച് ശുക്ർ ചെയ്യേണ്ടതിന് പകരം നമ്മൾ നിസ്കരിക്കാതിരിക്കുകയോ? അങ്ങനെ വന്നാൽ പിന്നെ എന്ത് ബറക്കത്താണ് ആ വിവാഹത്തിനുണ്ടാകുന്നത്, ആ വീട്ടിലുണ്ടാകുന്നത്? ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന, ഷഹീദാവാൻ കിടക്കുന്ന നേരം ഉമ്മത്തിന് തന്ന വലിയൊരു ഉപദേശമാണിത്. നിസ്കാരമില്ലാത്ത ആൾക്ക് ഈ ഉമ്മത്തിൽ ഒരു സ്ഥാനവുമില്ല, ഒരർഹതയുമില്ല. അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞ് ഖളാ ആയി പോയ, ഖളാ എന്ന് പറഞ്ഞാൽ അദാ ആയി, ഇമാമായി നിസ്കരിക്കുമ്പോഴാണ് അബൂ ലുഅ്ലുഅ എന്ന് പറഞ്ഞ ദുഷ്ടനായ മനുഷ്യൻ, മജൂസിയായിരുന്ന, തീ ആരാധകനായിരുന്ന, പേർഷ്യക്കാരനായിരുന്ന ആള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റത്ത് വന്ന് കുത്തുന്നത്. ആ കുത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. മഹാനവറുകളെ സന്ദർശിക്കാൻ വന്ന എത്രയോ ആളുകൾ, ചെറുപ്പക്കാർ സന്ദർശനത്തിന് വേണ്ടി വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടുകൊണ്ട് പറഞ്ഞു, ഇർഫഅ ഇസാറക്, നിങ്ങളുടെ വസ്ത്രം ഒന്ന് ഉയർത്തേണമേ. ഒരു ചെറുപ്പക്കാരൻ ഉമർ എന്നവരെ ആശ്വസിപ്പിച്ച് പോവുകയാണ്. ആ പോകുന്ന പോക്കില് ആ ചെറുപ്പക്കാരന് ഒരു ഉപദേശം ഫാറൂഖ് റളിയല്ലാഹു അൻഹു നൽകി. ഇർഫഅ ഇസാറക്, നിങ്ങളുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണല്ലോ, ഉയർത്തേണമേ എന്ന്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു റുദ്ദ അലയ്യ ശാബ്, ആ ചെറുപ്പക്കാരനോട് തിരിച്ചു വരാൻ വേണ്ടി പറയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ തിരുത്തുന്നത്. രോഗശൈലിയിൽ സക്കറാത്തിന്റെ നേരത്ത് കിടക്കുമ്പോ ഒരു നസ്വീഹത്ത് നൽകുകയാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളെ നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. ഈ സാരോപദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹുവെ നീ സഹായിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന നേരത്തെ ഒരു മസ്അലയെ സംബന്ധിച്ച് പറയുമായിരുന്നു. വല്ലിപ്പയും മക്കളും വല്ലിപ്പയും സഹോദരങ്ങളും അനന്തരാവകാശികളായി വരുമ്പോഴുള്ള മസ്അല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ അഭിപ്രായം ഇന്നതാണ്. ഒരു ഫിഖ്ഹിന്റെ മസ്അലയാണ്. ആ മസ്അല പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വാപ്പ മരിക്കുമ്പോൾ വല്ലിപ്പയും ഈ വാപ്പയുടെ സഹോദരങ്ങളുമാണ് ജീവിച്ചിരിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് ഓഹരി വെക്കേണ്ടത് എന്ന്, സ്വത്തിന്റെ ഓഹരി വെക്കേണ്ട മസ്അല തങ്ങൾ പറയുന്നു, എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇത് പറഞ്ഞപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായം തന്നെ. എന്നാൽ അതിലും നല്ലൊരു അഭിപ്രായം നിങ്ങളുടെ മുൻഗാമിയായ സാബിഖായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെയും അഭിപ്രായം, നിങ്ങളുടെ രണ്ടുപേരുടെയും ഇജ്തിഹാദുകൾ രണ്ടും ശരി തന്നെ, അല്ലാഹു നിങ്ങൾക്ക് കൂലി തരട്ടെ. അപ്പോ അവിടെ ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ, മരിക്കാൻ കിടക്കുമ്പോ, വഫാത്താകാൻ കിടക്കുമ്പോ അനന്തര സ്വത്തിന്റെ മസ്അലയാണോ നിങ്ങൾ പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ആ ഒരു ഇൽമ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നുകൊണ്ട് മരിക്കലല്ലയോ, അത് പഠിപ്പിച്ചു തരാതെ മരിക്കുന്നതിനേക്കാളും ഖൈർ. ഇൽമ് മറച്ചു വെക്കുന്നത് കുറ്റകരമാണ്. അറിയുന്ന അറിവ് പകർന്നു കൊടുക്കണം. അത് പിടിച്ചു വെക്കരുത്, അത് പൂഴ്ത്തി വെക്കരുത്. അറിയിച്ചു കൊടുക്കാനുള്ളതാണ്.
അതറിയിച്ചു കൊടുക്കണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ചില ഹദീസുകൾ മരണാസന്നരായ നേരത്താണ് പറഞ്ഞു കൊടുത്തത്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നഹ്. സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു യോഗ്യത നൽകുന്ന ആളുകളുടെ മിനിമം ക്വാളിഫിക്കേഷൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് വിശ്വസിക്കുന്ന ആളുകൾക്ക് നാളെ സ്വർഗമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ ഞാനത് ആളുകൾക്ക് പോയി പറഞ്ഞു കൊടുക്കട്ടെയോ? ഇപ്പൊ വേണ്ട മുആദേ, ഇപ്പോൾ പറഞ്ഞാൽ ഫയത്തക്കിലൂ, ആളുകൾ ഒരു പണിയും എടുക്കാതെ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചുവല്ലോ എന്ന് പറഞ്ഞ് അമല് ചെയ്യാതെ അവിടെ ഇരിക്കും. അവർക്ക് നാളെ സ്വർഗത്തിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ മാത്രം കിട്ടിയാൽ പോരാ, സ്വർഗത്തിൽ കയറുക എന്നത് മാത്രമല്ല, സ്വർഗത്തിന്റെ അഅലൽ ഇല്ലീൻ, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് എത്തുകയാണ് വേണ്ടത്. അതുകൊണ്ട് അവർ പണിയെടുക്കണം, അതിന് അധ്വാനിക്കണം. മിനിമം ക്വാളിഫിക്കേഷൻ കിട്ടാൻ ഇത് മതി. പക്ഷേ സ്വർഗത്തിലെത്തിയാൽ മനുഷ്യന്റെ മനസ്സ് മാറും. ഗൾഫിലേക്ക് ഇവിടുന്ന് ആദ്യമൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലേ പറയാ, എനിക്കൊരു വിസ കിട്ടിയാൽ മതി എന്നാ പറയാ. ഒരു വിസ കിട്ടിയാൽ മതി, എന്തായാലും കുഴപ്പമില്ല, ശമ്പളം അതും എനിക്ക് കുഴപ്പമില്ല. എന്ത് ശമ്പളാണ്? അപ്പൊ നീയല്ലോടെ പറഞ്ഞത് പോരുമ്പോ ഇതൊന്നും വേണ്ടെന്ന്. അതിപ്പോ എനിക്കപ്പോ അറിയില്ല. ഇതന്നെ സ്വർഗത്തിന്റെ അവസ്ഥ. അങ്ങോട്ട് കയറിയാൽ മതി എന്ന് മാത്രം ചോദിക്കരുത്. തങ്ങൾ പറഞ്ഞു സലുല്ലാഹൽ ഫിർദൗസൽ അഅല, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ അടച്ചോനെ സ്വർഗത്തിന്റെ ഏതെങ്കിലും വരാന്തിക്കണ്ട് കയറ്റി തന്നാൽ മതി, അങ്ങനെയൊന്നും അല്ല ചോദിക്കേണ്ടത്. അള്ളാഹുവേ, സ്വർഗം എന്നത് ലോകങ്ങളാണ്. സ്വർഗത്തിന് 100 തട്ടുകൾ, ശുഹദാക്കൾക്ക് മാത്രം അള്ളാഹു ഒരുക്കിയ സ്വർഗത്തിന് 100 തട്ടുകളുണ്ട്. ഓരോ തട്ടിന്റെയും വ്യത്യാസം മാ ബൈന സമാഇ വൽ അർദ്, ഭൂമിയും ഒന്നാനാകാശവും തമ്മിലുള്ള ദൂരമാണ്. ഒന്നാനാകാശം ഇതുവരെ കണ്ടെത്താത്ത സാധനമാണ്, എവിടെയെന്ന് പോലും അറിയില്ല. നക്ഷത്രങ്ങളുടെ ബാക്കില, കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ സമൂഹങ്ങളുള്ള ലോകമാണിത്. വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസാബിഹ്, ഒന്നാനാകാശത്തിന്റെ താഴെയാ സർവ്വ നക്ഷത്രങ്ങളും കിടക്കുന്നത്. അതെവിടെയാണെന്ന് ഇപ്പോഴും സയൻസിന് കണ്ടെത്താൻ പറ്റിയില്ല. അടുത്തൊരു 100 കൊല്ലം ഉള്ളിൽ കണ്ടെത്തും ഇൻഷാ അല്ലാഹ്. എന്നാ പിന്നെ 2ഉം കൂട്ടും 3ഉം 4ഉം 5ഉം 6ഉം 7ഉം അള്ളാഹുവിന്റെ സത്യപ്പാണ്. സബ്അ സമാവാതിൻ തിബാഖ, ഇത് കണ്ടെത്താൻ കഴിയും ഇൻഷാ അല്ലാഹ്. അത് ഖുർആനിന്റെ മുഅ്ജിസത്ത് തുടരുകയാണ്. അപ്പോൾ ഖുർആനിന്റെ വലിയൊരു മുഅ്ജിസത്ത് അന്ന് സാധ്യമാകും. എവിടെയാണ് ഏതാണ് ഈ നക്ഷത്രങ്ങളുടെ അതിർത്തി എന്ന് കണ്ടെത്തിയാൽ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് കണ്ടെത്തും. കാരണം അത് ഭൗതിക ലോകത്തിന്റെ ഭാഗമാണ്, അദൃശ്യ ലോകമല്ല, ദൃശ്യപ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളാണ്. ആ ഒരു ദൂരമാണ് ഒന്നാനാകാശവും സ്വർഗത്തിലെ ഒരു നിലയിൽ നിന്ന് അടുത്ത നിലയിലേക്കുള്ള ദൂരം. അപ്പൊ 2 3, അപ്പൊ 95 96ലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ വെറുതെ അവിടെ കയറി വിസിറ്റ് മതി എന്ന് പറഞ്ഞു പോകണ്ട, അവിടെ ഉന്നതമായ സ്വർഗലോകം തരണം എന്ന് അല്ലാഹുവിനോട് ചോദിക്കണം. സലുല്ലാഹൽ ഫിർദൗസൽ അഅല ഫഇന്നഹാ വസതുൽ ജന്ന വഅലാഹാ വഫൗഖഹാ അർശുർ റഹ്മാൻ. ഫിർദൗസ് ചോദിക്കണം അല്ലാഹുവിനോട്. ആ ഫിർദൗസായ സ്വർഗത്തിന്റെ മീതയാണ് അല്ലാഹുവിന്റെ അർശുള്ളത്, സ്വർഗത്തിന്റെ ഉന്നതമാണത്, സ്വർഗത്തിന്റെ മധ്യമാണത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, ദുനിയാവിൽ ഒരു 5 സെന്റിലൊരു വീട് വെക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെടണം, എത്ര അധ്വാനിക്കണം. സ്വർഗത്തിലൊരു വീട് കിട്ടണമെങ്കിൽ എത്ര പെട്ടെന്നാ നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സ്വല്ലാ ലില്ലാഹി 12 റക്അഅ, 12 റക്അഅത്ത് സുന്നത്ത് ആരെങ്കിലും ഒരു ദിവസം അല്ലാഹുവിനെ നിർവഹിച്ചാൽ അല്ലാഹു അവർക്ക് സ്വർഗത്തിലെ കൊട്ടാരം പണിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 റക്അഅത്ത് സുബഹിക്ക് മുമ്പ്, 4 ളുഹറിന്റെ മുമ്പ്, 2 റക്അഅത്ത് ശേഷം, 2 മഗ്രിബിന് ശേഷം, 2 ഇശാഇന് ശേഷം 12 റക്അഅത്ത് നിസ്കരിക്കുന്നതോടുകൂടെ സ്വർഗത്തിലെ വീട് കിട്ടും. പിന്നെ തങ്ങൾ പറഞ്ഞു 11 ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ഉമറേ, അല്ലാഹു സ്വർഗത്തിൽ നിങ്ങൾക്ക് കൊട്ടാരം പണിതു തരും. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ, ഒരൊറ്റ മിനിറ്റിൻ്റെ ഉള്ളിൽ 10 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ പറ്റും. 11 ഖുൽ ഹുവല്ലാഹു അഹദ് ചിലപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഓതാൻ പറ്റിയേക്കാം, സാവകാശം ഓതാ വേണ്ടത്. എന്നാലും അത്ര ചെറിയ സൂറത്ത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എന്നാ സ്വർഗത്തിലെ ഞങ്ങളുടെ വീടുകൾ കുറെ കൂടുട്ടോ നബിയെ, ഞങ്ങൾ നല്ലോണം ചെല്ലാൻ പോവാണ്. നബി തങ്ങൾ പറഞ്ഞു, ഉമർ നിങ്ങൾ ചൊല്ലിക്കോളൂ, അല്ലാഹു അസിയദു അക്തറു, അല്ലാഹുവിന് ഒരുപാട് തരാൻ കഴിയും ഉമറേ. സ്വർഗം എന്നത് 10 സെന്റ് ഭൂമി 1 ഏക്കറൊന്നല്ല ഒരാൾക്ക് കൊടുക്കുന്നത്, ലോകമാണ്, ലോകം. ഏറ്റവും ചെറിയ സ്വർഗത്തിന്റെ പ്രതിഫലം പോലും ഈ ലോകത്തെ വലിയൊരു രാജാവിന് കൊടുത്ത അദ്ദേഹത്തിന്റെ കിങ്ഡം എത്ര വലുതാണോ അതിൻ്റെ 10 ഇരട്ടിയാണ്
ഒരു അമലും ഇല്ലാതെ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുമായി വരുന്നവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും, ഉംറയും, സ്വതക്കയും, ദാനധർമ്മങ്ങളും, ഇൽമും, അമലുമായി വരുന്ന ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന ലോകത്തിൻ്റെ വലുപ്പം എത്രയാണ്. സ്വർഗ്ഗം എന്നത് ഒരു പഞ്ചായത്തോ ഒരു വാർഡൊന്നും അല്ല അള്ളാഹ് കൊടുക്കുന്നത്, ലോകങ്ങളാണ് കൊടുക്കുന്നത്. യാ അല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിനോട് ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കണേ. സലുല്ലാഹൽ ഫിർദൗസൽ അഅല, അള്ളാഹു സ്വർഗത്തിലെ ഉന്നതങ്ങളെ അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത്ര വലിയ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്തേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്. പടച്ച തമ്പുരാൻ അള്ളാഹു നമുക്കതിൻ്റെ തൗഫീഖ് നൽകട്ടെ. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. ആ കലിമ ചൊല്ലുന്നവർക്ക്, ആ അഖീദയുള്ളവർക്ക് സ്വർഗമുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ചെരുപ്പും പിടിച്ചിട്ട് വരെ സാക്ഷി പറഞ്ഞുകൊണ്ട് ഓടിയിട്ടുണ്ട്. പക്ഷെ തങ്ങൾ മുആദ് തങ്ങളോട് പറഞ്ഞു, മുആദ് ഇപ്പൊ പറയണ്ട എന്ന് പറഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയമായ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് അവരെത്തണം. അഷ്റഫുൽ ഖൽഖിന്റെ അസ്ഹാബുകളല്ലേ, അവർക്ക് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തണം എന്ന് നബി തങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഇപ്പൊ പറയണ്ട എന്ന് പറഞ്ഞു. പക്ഷേ മരണത്തിന്റെ മുമ്പ് ആ അറിവ് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ മഹാനായ മുആദ് എന്നവർ ഉമ്മത്തിനോട് പറയുകയാണ് ഉണ്ടായത്. യാ അല്ലാഹ്, ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബിന്റെ ഒട്ടകപ്പുറത്ത് ഇരുത്തിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ വലിയ ഒരു വസിയത്ത് ചെയ്തത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ നിങ്ങൾക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ. യഹ്ഫദില്ലാഹ യഹ്ഫദുക്, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്, നമ്മുടെ വിദ്യാർത്ഥിനികളോട്, യുവാക്കൾ യുവതികളോട് യഹ്ഫദില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ തജിദുഹു തുജാഹക്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അല്ലാഹു പരിഹാരവുമായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ്, റബ്ബിനോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്, സഹായം അർത്ഥിക്കേണ്ടത്. ഏത് മനുഷ്യനോടോ, അള്ളാഹുവിൻ്റെ ഒരു ആരിഫിനോടോ ഒരു വലിയനോടോ ഒരു സ്വാലിഹിനോടോ നിങ്ങൾ ഇസ്തിശ്ഫാ ചെയ്താലും അവരോട് സഹായം അർത്ഥിച്ചാലും അതിൻ്റെ ദാതാവ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ്. അള്ളാഹുവിലൂടെ, അവൻ്റെ സൃഷ്ടികളിലൂടെ അള്ളാഹു ചെയ്യുന്നതാണ് എല്ലാ തരത്തിലുമുള്ള നമുക്ക് ലഭിക്കുന്ന ആശ്വാസങ്ങളും സഹായങ്ങളും. അള്ളാഹു ആകാശത്തുനിന്ന് പൈസ വേണം റബ്ബേ, സമ്പത്ത് വേണമെന്ന് ചോദിച്ചാൽ ആകാശലോകത്ത് നിന്നല്ലാതെ മഴയായി പെയ്യുന്നത് മനുഷ്യരുടെ കൈകളിലൂടെയാണ് അള്ളാഹു തരുന്നത്. എന്നാൽ അവരാ തരുന്നത് അള്ളാഹുവാണ്, അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെ ഖമാണ്. നിങ്ങളുടെ അസുഖം മാറാൻ വേണ്ടി എല്ലാവരും അധ്വാനിക്കാൻ തുടങ്ങി, ചികിത്സക്ക് ഫണ്ട് ശേഖരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ മക്കളെ കെട്ടിക്കണം, അതിന് സഹായം ചെയ്യാൻ എല്ലാവരും തീരുമാനിച്ചു. ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ജനങ്ങളെല്ലാവരും ഒരാളും വിട്ടുപോകാതെ, 7 ബില്യൺ ആളുകളുണ്ടെന്ന പറയ ലോകത്ത്, ആ 7 ബില്യൺ ആളുകളും അതിൽപ്പെട്ട ഒരാളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു എന്നിരിക്കട്ടെ. അള്ളാഹു നിങ്ങൾക്ക് എന്താണോ നിശ്ചയിച്ചത് അത് മാത്രമേ അവർക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുകയുള്ളൂ മോനെ. ആളുകൂടി എന്ന് വിചാരിച്ച് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയണമെന്നില്ല. ഈ ആളുകളെ മുഴുവൻ അവരുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. നിങ്ങളെ വധിക്കണമെന്നോ കൊല്ലണമെന്നോ ഇല്ലായ്മ ചെയ്യണമെന്നോ തകർക്കണമെന്നോ അപമാനിക്കണമെന്നോ ലോകത്തുള്ള മുഴുവൻ ആളുകളും തീരുമാനിച്ചു. എല്ലാ വ്ളോഗർമാരും, എല്ലാ ചാനലുകാരും, എല്ലാ മീഡിയക്കാരും തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് റബ്ബ് തീരുമാനിച്ച ഒരു പരീക്ഷണമാണെങ്കിൽ മാത്രമേ അത് അവരുടെ കൈകളിലൂടെ അല്ലാഹു നടത്തുകയുള്ളൂ. ഇല്ലേ അവരാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഖളാ ആണ് നടക്കുന്നത്. അള്ളാഹുവിന്റെ ഖളാ ആണ് മോനെ നടക്കുന്നത്. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ്, പേനകൾ ഉയർത്തപ്പെട്ടു. മലക്കുകളാണ് മനുഷ്യരുടെ ഖദർ ഖളാഉകൾ എന്ന് രേഖപ്പെടുത്തിയത് ലൗഹുൽ മഹ്ഫൂദിൽ. അള്ളാഹു പറഞ്ഞതനുസരിച്ച് പേനകൾ ഉയർത്തപ്പെട്ടു മോനെ, പേജുകൾ ഉണങ്ങിക്കഴിഞ്ഞു. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട്
ഒരു കൊച്ചുമോനെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചത്. എത്ര മനോഹരമാണിത്! വല്ലാത്തൊരു വസിയ്യത്താണ്. നമ്മുടെ മക്കൾ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ, കോളേജുകളിലേക്ക് പോകുമ്പോൾ, മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ. നിങ്ങൾ പല ജെൻഡറും ഒരുമിച്ച് കൂടുന്ന നിങ്ങളുടെ ക്ലാസ് റൂമുകൾ, നിങ്ങൾ യാത്ര ചെയ്യുന്നത്, നിങ്ങൾ സ്റ്റഡി ടൂർ പോകുന്നത്, നിങ്ങളുടെ ക്യാമ്പസിൽ നടക്കുന്ന ഫെസ്റ്റിവലുകൾ, അവിടുത്തെ പ്രോഗ്രാമുകൾ, ഇതിലൊക്കെ കണ്ണും മനസ്സും കാതും സൂക്ഷിക്കേണ്ടതുണ്ട്. മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ നിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരുന്ന സ്വഹാബി സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത് മുസ്തജാബുദ് ദഅവ, ദുആഇന് ഉത്തരമുള്ള സ്വഹാബി എന്ന അർത്ഥത്തിലാണ്. സഅദ് തങ്ങൾ നബിയോട് വന്ന് ചോദിച്ചതാണ്, യാ റസൂലല്ലാഹ്, പുന്നാര നബിയേ, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബദ് ദഅവ, അല്ലാഹുവിനോടൊന്ന് ദുആ ഇറക്കണേ നബിയേ, എൻ്റെ ദുആഇന് ഉത്തരം വേണം, ദുആക്ക് ഉത്തരമുള്ള ആളാവണേ അല്ലാഹ് എന്ന്. നബിയെ, എനിക്ക് വേണ്ടി അങ്ങ് ദുആ ഇറക്കണേ നബിയെ, അല്ലാഹു എന്നെ ദുആക്ക് ഉത്തരമുള്ള ആളാക്കി തരണം. ഹബീബായ നബി തങ്ങളോട് സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞു, സഅദേ, അത്യിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, അതായത് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ സമ്പത്ത് ഹലാലായ വരുമാനമാണെങ്കിൽ ആ ഓരോ മനുഷ്യരുടെ ദുആക്ക് ഉത്തരം ഉണ്ടാവും. മുഅ്മിനീങ്ങളാണെങ്കിൽ ഹലാലാണ് തിന്നുന്നതെങ്കിൽ, തിന്നുക പറഞ്ഞ ഒരു തിന്നൽ കുടിക്കൽ മാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ കഴിക്കുന്നത്, നിങ്ങൾ ഉടുക്കുന്നത്, പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അതിലില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുമെങ്കിൽ. ഞാൻ ചോദിക്കല്ല, നിങ്ങളോട് അതിന് ഉത്തരം പറഞ്ഞാൽ മതി. ബാങ്കുമായി ഇടപെട്ട് പലിശ കൊടുക്കാനോ വാങ്ങാനോ ഇല്ലാത്ത എത്ര വീട് നമ്മുടെ മഹല്ലിൽ കാണാം. നമ്മുടെ വീടിൻ്റെ ആധാരം, സ്ഥലത്തിൻ്റേത്, ഗോൾഡ് ഓർണമെൻറ്റ്സുകൾ, ഇതൊക്കെ കൊണ്ടുപോയി പണയപ്പെടുത്തി പലിശ വാങ്ങിക്കാത്ത എത്ര വീടുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും മുസ്ലിമീങ്ങളുടെ. നമ്മൾ പറയും പലിശ എന്നത് വൻപാപങ്ങളിൽപ്പെട്ട പാപമാണ്. അതിലേറ്റവും ചെറുത് എന്ന് പറയുന്നത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനോളം ഗുരുതരമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ചെറിയ പലിശ, നമ്മൾ പറയില്ലേ അവിടെ പലിശ കുറവാണ്, ആ ചെറുത് ഇത്ര ഗുരുതരമാണ്. അപ്പം അത് കൊടുക്കുകയും വാങ്ങിക്കുകയും ഒരു മടിയുമില്ലാതെ പലിശ തരാം, മാസാമാസം ഇത്ര അടച്ചു തരാം, അത് അടച്ചു തീർത്താൽ പിന്നെ വേറൊന്ന് കൊണ്ടുപോയി വെക്കും. അപ്പം തന്നെ ചിലക്കിതൊരു ലഹരിയാണ്. ബാങ്കിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല. ഇങ്ങനത്തെ ആളുകളുടെ ദുആക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? വമത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. തിന്നുന്നതും കഴിക്കുന്നതും വീടും വണ്ടിയും കുട്ടികളുടെ പഠനവും ഒക്കെ പലിശയാണ്. എങ്ങനെ അല്ലാഹു ഉത്തരം തരാനാണ്? ബാങ്കുകളുടെ ജോലിക്ക് നല്ല ശമ്പളം ഉണ്ടാവും, ചിലപ്പോൾ മത്സരക്കാണ് ബാങ്കിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാഹു യുദ്ധം ചെയ്ത ഒരു പരിപാടി വേണം എന്ന് നമ്മൾ പറയുന്നത് പോലും എത്ര വലിയ തെറ്റാണ്. എത്ര ഹലാലായ ഓപ്ഷനുകൾ ലോകത്തുണ്ട്, എത്ര ഹലാലായ ജോലികൾ ലോകത്തുണ്ട്. പലിശയുമായി ഡയറക്റ്റ് ബന്ധമുള്ള ജോലികൾ നമുക്ക് പാടില്ലാത്തതാണ്. വരുമാനം കുറവായിട്ടല്ല, നല്ല ശമ്പളം ഉണ്ടായിരിക്കും, നല്ല വരുമാനമായിരിക്കും, പക്ഷെ നമുക്കത് പാടില്ല. അപ്പോഴൊക്കെയാണ് ഈമാനും തഖ്വയും ബോധ്യപ്പെടുക. അവിടെയാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ മക്കളെ ഒരു ബാങ്കിലൊക്കെ ജോലി കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ വലിയ അഭിമാനത്തോടു കൂടെ പറയും, മോൻ HSBCയിലാണ് ജോലി എടുക്കുന്നത്, എൻ്റെ മോൻ ബാർക്ലേസിലാണ് ജോലി ചെയ്യുന്നത്, വലിയ വലിയ വെസ്റ്റേൺ ബാങ്കുകളിൽ. അത്ഭുതത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ പറയാം. പലിശയല്ലേ അത്? അവർ തിന്നുന്നത്, അവർ നിങ്ങൾക്ക് അയച്ചു തരുന്നത്, അവരുടെ സമ്പാദ്യം കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഒക്കെ പലിശയായി പോയില്ലേ? ഫഅന്നാ യുസ്തജാബു ലഹു. എങ്ങനെയാണ് അവർക്ക് ദുആഇന് ഉത്തരം കിട്ടുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് റളിയല്ലാഹു അൻഹു, നബിയേ, അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അൻ യജഅലനി മുസ്തജാബദ് ദഅവ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അങ്ങ് ദുആ ഇറക്കണം. ഹബീബിന്റെ മറുപടി ഒരേ ഒരു വാക്കാണ്, അത്യിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. സഅദേ, നിങ്ങൾ കഴിക്കുന്നത് ഹലാലാണ്, ത്വയ്യിബാണ് എന്ന് ഉറപ്പുവരുത്തുക. നല്ലതാവണം, ഹലാലുമാവണം. ഹലാലും ത്വയ്യിബും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ചില കാർബണേറ്റഡ് ഡ്രിങ്കുകൾ, പെപ്സി, കോള, സെവനപ്പ് എന്നൊക്കെ പറയില്ലേ, അതെന്താ സംഭവം? ഹലാലാണോ എന്ന് ചോദിച്ചാൽ ഹലാലാണ്. ത്വയ്യിബാണോ? അല്ല, തടി കേടാവും.
അപ്പോൾ അത് തൊയ്യബല്ല. എന്നാ പിന്നെ ഹറാം കാറ്റഗറിയാണോ? ഹറാം കാറ്റഗറി ഒന്നുമല്ല, അത് ഹലാൽ തന്നെയാണ്, ഹലാൽ ബീവറേജ് ആണ്. പക്ഷേ അത് ഹാനികരമാണ്, നിങ്ങളുടെ ഹെൽത്തിനെ സീരിയസ്ലി ഡാമേജ് ചെയ്യും. അത്തരം പാനീയങ്ങൾ നമ്മളോട് കഴിക്കരുതെന്നാണ് പറഞ്ഞത്. അള്ളാഹു തആല തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്ക് പേടിപ്പിക്കൊന്നും വേണ്ട. അള്ളാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അൺഹെൽത്തി ഡ്രിങ്കുകൾ നിങ്ങൾ കുടിക്കരുത്, അൺഹെൽത്തി ഫുഡ് നിങ്ങൾ കഴിക്കരുത്. ഹലാലും തൊയ്യിബുമേ അള്ളാഹുവിന് വേണ്ടു. ഒന്ന് ഹലാലായ സമ്പാദ്യം, ഹലാലായ ഭക്ഷണമായിരിക്കണം. പിന്നെ നിങ്ങളുടെ ആരോഗ്യത്തിന് നാശം വരുത്താത്തതുമായിരിക്കണം. അത്തരം കാര്യങ്ങളെ അള്ളാഹു നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഇനിയിപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് വല്ല വാദം ഉണ്ടെങ്കിൽ കുടിച്ചോ. പക്ഷേ അത് ഹാനികരമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കിഡ്നി ഡാമേജ് ആയി പോകും, പെട്ടെന്ന് ഡയബറ്റിക് ആയി പോകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാൽഫങ്ഷൻ സംഭവിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ഡേഞ്ചർ, ഏതെങ്കിലും ഒരു പാനീയത്തിന് ആരുടെയെങ്കിലും വളരെ ഒത്തൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാൻ പാടില്ല. എന്തേ? ശരീരം അള്ളാഹു തന്ന അമാനത്താണ്. ആ അമാനത്തിനെ നശിപ്പിക്കാതെ കൊണ്ടു നടക്കേണ്ടത് നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. സഅദ് റളിയല്ലാഹു അൻഹു മക്ക വിജയം നടക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു മക്കയിൽ രോഗിയായി. രോഗം വന്നു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്. സഅദ് എന്നവര് പേടിച്ചു, ആ രോഗത്തിലൂടെ മരണം സംഭവിക്കുമെന്ന് ഉറപ്പിച്ചു. ഒരേ ഒരു മോളാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. സഅദ് എന്നവരെ രോഗശയ്യയിൽ കാണാൻ വേണ്ടി വന്നു. ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ നബി തങ്ങളെ കണ്ടപ്പോ സഅദ് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദിഷ്തദ്ദ ബി അൽ വജഅ വലി മാലുൻ കസീർ. നബിയേ, വല്ലാത്ത വേദനയുണ്ട്, അസുഖം കൂടിയിട്ടുണ്ട് നബിയേ, എനിക്ക് ഒരുപാട് സമ്പത്തുമുണ്ട്. ഫഉരീദു അൻ ഊസിയ ബികുല്ലി മാലി. നബിയേ, വലാ യരിസുനി ഇല്ലാ ബിൻതുൻ ലി. ഒരൊറ്റ മോളേ ഉള്ളൂ നബി എനിക്ക്, ആ മോൾക്ക് സമ്പാദ്യമുണ്ട്. നബിയേ, ഒരൊറ്റ മോളെ എനിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്യട്ടെയോ? സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. നമ്മൾ വസിയത്തിനെ കുറിച്ചാണ് പറയുമ്പോൾ, വസിയത്ത് ചെയ്യുക എന്ന് പറയുന്ന കർമ്മം, ഞാൻ വസിയത്ത് ചെയ്യട്ടെയോ? എല്ലാം തങ്ങൾ പറഞ്ഞു, ലാ, വേണ്ട, എല്ലാം കൊടുക്കണ്ട. എന്നാ പറഞ്ഞു, സുലുസൈ, എന്റെ സമ്പത്തിനെ മുഴുവൻ മൂന്ന് ഭാഗമാക്കിയാൽ ആ 1/3 ബാക്കി വെച്ച് ബാക്കി 2 ഞാൻ സ്വതക്ക ചെയ്യട്ടെയോ എന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, അതും ചെയ്യരുത്, അതും വേണ്ട. തങ്ങളോട് ചോദിച്ചു, അസ്സുലുസ യാ റസൂലല്ലാഹ്, എന്റെ സമ്പത്തിന്റെ 1/3 ഞാൻ വസിയത്താക്കട്ടെ, എന്റെ മരണശേഷം ഇന്നാലിന്ന നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് ഞാൻ വസിയത്ത് എഴുതി വെച്ചോട്ടെ. തങ്ങൾ പറഞ്ഞു, അസ്സുലുസു വസ്സുലുസു നിയാ ഖൈറുൻ അൻ തദറഹും ആലതൻ യതകഫഫൂന الناس. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കേണ്ടതുണ്ടോ ഇല്ലയോ? നമ്മളൊക്കെ പറയാറുണ്ട്, മക്കൾ കേടുവരാനിടയുള്ളൊരു ഭാഗമാണത്. എന്നാൽ സമ്പത്തുള്ളത് കൊടുത്ത് തീർത്ത് ഇല്ലായ്മ ചെയ്ത് അനന്തരമെടുക്കാൻ ഒന്നും മക്കൾക്ക് ബാക്കി വെക്കാതെ പോകണോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതും ചെയ്യരുത്. എന്തുകൊണ്ട്? നബി തങ്ങൾ പറയാൻ, ഇന്നക അൻതദറ വറസതക അഗ്നിയാ. സഅദേ, നിങ്ങളുടെ അനന്തരാവകാശികളെ, എത്ര അനന്തരാവകാശി ഉണ്ടെന്നാ പറഞ്ഞത് സഅദ് എന്നവര്? ഒരേ ഒരു മോള്. നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താ? ഇന്നക അൻതദറ വറസതക അഗ്നിയാ ഖൈറുൻ മിൻ അൻ തദറഹും യതകഫഫൂന الناس. നിങ്ങളുടെ അനന്തരാവകാശികളെ 3 അതിലേറെയോ ഉണ്ടെങ്കിലേ വറസത്ത് എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ വാരിസത്ത് എന്നേ പറയാം. നിങ്ങളുടെ അനന്തരാവകാശികളെ മിസ്കീന്മാരായി ജനങ്ങളോട് യാചിച്ച് തിന്നുന്ന അവസ്ഥയിൽ പാവപ്പെട്ടവരായി ഇവിടെ ഉപേക്ഷിക്കുന്നതിന് പകരം അവരെ ധനികന്മാരും സമ്പന്നരുമായി അവരെ ഇട്ടേച്ചു പോകലാണ് സഅദേ നിങ്ങൾക്ക് നല്ലത്. മക്കൾക്ക് കൊടുക്കണം. മക്കൾക്കൊന്നും കിട്ടാത്ത രീതിയിൽ മുഴുവൻ എന്ത് ചെയ്യരുത്? വസിയത്ത് ചെയ്യരുത്. ചെയ്യുകയാണെങ്കിൽ സമ്പത്തിന്റെ 1/3 അത്ര വരെ ചെയ്യാം, അതിലേറെ വസിയത്ത് ചെയ്യാൻ പാടില്ല. മൊത്തം സമ്പത്ത് എത്ര ഉണ്ടോ അതിന്റെ 1/3 വസിയത്ത്. നിന്റെ സമ്പത്ത് മുഴുവൻ മരണശേഷം അള്ളാഹിന്റെ പള്ളിക്കാണ്, മദ്രസക്കാണ് എന്ന് വസിയത്ത് ചെയ്താൽ പോലും അനന്തരാവകാശികളുടെ അനന്തരാവകാശം കഴിച്ച് 1/3 കഴിച്ച് ബാക്കിയാണ് അനന്തരാവകാശം എടുക്കുക. 1/3 വസിയത്ത് നടപ്പാക്കും. ബാക്കിയിലെ അനന്തരാവകാശം ഉണ്ടാവുള്ളൂ. അതും അദ്ദേഹത്തിന്റെ കടങ്ങളൊക്കെ വീടി ബാക്കിയുണ്ടെങ്കിൽ. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു
അങ്ങനെ പറഞ്ഞപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നൊരു വലിയൊരു ഖളാ സംഭവിച്ചത് നബി തങ്ങൾ പറയാം. മക്കയിൽ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ മരിച്ചിട്ടുണ്ട്. സഅദ് ഇബ്നു ഖൗല അവരുടെ ഒരു സഹോദരനാണ്. മഹാനായ സഅദ് ഇബ്നു ഖൗലയെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, ലാകിനിൽ ബാഇസു സഅദ് ഇബ്നു ഖൗല. അവരൊക്കെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നവരാ മക്കാ വിജയത്തിന്. മഹാനായ സഅദ് ഇബ്നു ഖൗല, സഅദ് തങ്ങളുടെ ബന്ധുവാണ്. ബഹുമാനപ്പെട്ടവരെ മക്കയിൽ വെച്ച് മരിച്ചു. സഅദേ, നിങ്ങളുടെ അനന്തരാവകാശികൾ അവരെ നിങ്ങൾ മിസ്കീന്മാരായി ഇടുന്നതിനേക്കാളൊക്കെ നല്ലത് അവരെ മുതലാളിമാരാക്കി ഇടലാണ്. എന്ന സമ്പത്ത് അവർക്കും ബാക്കി വെക്കണം. സുബ്ഹാനല്ലാഹ്, സംഭവിച്ചെന്താണെന്നറിയോ? സഅദ് എന്നവർ ആ അസുഖത്തിൽ മരിച്ചിട്ടില്ല. സഅദ് റളിയല്ലാഹു അൻഹു പിന്നെയും ജീവിച്ചു. 10 മക്കളുണ്ടായിട്ടാണ് സഅദ് എന്നവർ മരിക്കുന്നത്. സഅദ് തങ്ങൾ വഫാത്താകുമ്പോൾ സഅദ് എന്നവർ അനന്തരമെടുക്കാൻ അശറത്തും മിനൽ വലദ് 10 മക്കളുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അത് തങ്ങൾ പറഞ്ഞതാ. ഒരു മോളല്ലേ ഉള്ളൂ നബിയെ, ഓൾക്ക് ഇത്രയൊന്നും വേണ്ടല്ലോ, ഞാൻ മുഴുവൻ കൊടുത്തോട്ടെ. ഒരു മോള്. തങ്ങൾ അവിടെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് അനന്തരാവകാശികൾ വരാനുണ്ട്. ഈ രോഗത്തിൽ നിങ്ങൾ മരിക്കുന്നില്ല. നിങ്ങൾക്ക് ഇനിയും അല്ലാഹു ആയുസ് തരും. ഇറാഖിൽ നടന്നൊരു യുദ്ധം, പേർഷ്യയിൽ നടന്ന യുദ്ധം, ഖാദിസിയ എന്ന് പറയുന്ന ഇറാനിൽ നടന്ന വലിയൊരു യുദ്ധമുണ്ട്. അതിനൊക്കെ നേതൃത്വം കൊടുത്ത സ്വഹാബിയാണ്. നഹാവന്ത് യുദ്ധത്തിലുണ്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഉമർ എന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്, സഅദേ, നഹാവന്തിൽ ആരൊക്കെയാണ് ഷഹീദായത്? ഖാല ഫുലാനുൻ വ ഫുലാനുൻ വ ഫുലാൻ. കുറേ സ്വഹാബിമാരുടെ പേര് പറഞ്ഞു. ഉമർ തങ്ങൾ ചോദിച്ചു, സഅദേ, ഇനി ആരെങ്കിലും ഉണ്ടോ? വ ഫുലാനുൻ വ ഫുലാൻ വ ഫുലാൻ. സ്വഹാബിയുടെ പേര്. അവരൊക്കെ ഷഹീദായി നബി, അവരൊക്കെ ഷഹീദായി. ഇനി ആരെങ്കിലും ഉണ്ടോ? വ ഫുലാനുൻ വ ഫുലാൻ. ഇനിയും ഉണ്ട് അമീറുൽ മുഅ്മിനീൻ, പേര് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, സഅദേ, ആ ഷഹീദായവരുടെ പേരോ നാടോ നിങ്ങൾക്കറിയില്ലെങ്കിൽ എന്താ? അല്ലാഹു അറഫഹും, അല്ലാഹുവിനവരറിയാം, അല്ലാഹുവിനവരറിയാം, അവരൊക്കെ ശുഹദാക്കളാണ് എന്ന് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത് സഅദ് എന്നവരോടാണ്. പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് മുത്തുകൾ, ഞാൻ അങ്ങനെ തന്നെ പറയാം, ആയിരക്കണക്കിന് മുത്തുകളും പവിഴങ്ങളും ഉണ്ടായിരുന്ന വലിയൊരു കാർപ്പറ്റ്, കോടിക്കണക്കിന് രൂപകൾ വിലമതിക്കുമായിരുന്ന വലിയൊരു ആർഭാടത്തിന്റെ കാർപ്പറ്റ് മദീനയിലേക്ക് കൊണ്ടുവന്നത് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഘമാണ്. ഖാദിസിയ യുദ്ധം കഴിഞ്ഞിട്ട് ആ സംഘത്തെക്കുറിച്ചാണ് മഹാനായ ഉമർ എന്നവർ പറഞ്ഞത്, ഇന്ന ഹൗലാഇ ലഉമനാ. ഈ ദൗത്യം ചെയ്ത മുഴുവൻ ആളുകളും സത്യസന്ധന്മാരാണ്. അവർ ഏറ്റവും നല്ല നന്മ ചെയ്തവരാണ്. അവർ സത്യസന്ധന്മാരാണ്. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ, അമീറുൽ മുഅ്മിനീൻ, അവർ സത്യസന്ധന്മാരായതിൽ എന്ത് അത്ഭുതമുണ്ട്. നിങ്ങൾ സത്യസന്ധനാണ്, അപ്പോൾ നിങ്ങളുടെ അനുയായികൾ സത്യസന്ധരാണ്. നിങ്ങൾ സുഖലോലുപനായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അനുയായികളും ഇതിനെ കെട്ടുകൊണ്ടുപോയി സുഖിക്കുമായിരുന്നു. പക്ഷെ നിങ്ങളുടെ മാതൃക അതല്ല. നിങ്ങൾ സത്യം കാണിച്ചു കൊടുത്തു ഉമറേ, അതുകൊണ്ട് അവരും സത്യമാണ് ചെയ്തത്. ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളാണ്. അതൊക്കെ തങ്ങളുടെ വഫാത്തിന് ശേഷം. തങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് തന്നെ നബിയെ, ഞാൻ മരിക്കാനായല്ലോ എന്നാണ് പറഞ്ഞത്. തങ്ങളുടെ സൂചന കൊടുത്തു, മരിക്കാനായിട്ടില്ല. അങ്ങനെ സഅദ് എന്നവർ രോഗം മാറി മദീനയിലേക്ക് തിരിച്ചു വന്നു. മഹാനായ സിദ്ദീഖ് എന്നവരുടെ കാലം, ഉമർ എന്നവരുടെ കാലം, ഉസ്മാൻ തങ്ങളുടെ കാലം വരെ ജീവിച്ചു. മഹാനവരുടെ മരണം നടന്ന ഏത് ഖിലാഫത്തിലാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഫുതൂഹാത്തുകളിൽ മുഴുവൻ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിയും. റളിയല്ലാഹു തആല അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു മരണമാസന്നമായപ്പോ സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസുണ്ട്, ഇൽഹദൂലി ലഹദാ. മഹാനവരുടെ അസറാണത്. ഇൽഹദൂലി ലഹദാ, നിങ്ങൾ എനിക്ക് ലഹദ് പോലെയുള്ള ഖബർ കുഴിക്കണം. ഖബർ 2 വിധമാണ്, ഷഖ്, ലഹദ്. നമ്മുടെ നാട്ടിലൊക്കെ ഷക്കാണ്. ഉറച്ച ഭൂമിയാണെങ്കിൽ നേരെ കുഴിയെടുക്കുക, മയ്യത്തിനെ നേരെ കിടത്തുക, മേലെ മൂടുക. ലഹദ് എന്ന് പറഞ്ഞാൽ ഖബർ ഒരു വലിയ കുഴിയെടുക്കുക, ഉള്ളിലേക്ക് തുരന്ന് ഒരു കുഴിയെടുക്കുക. നിങ്ങൾ സൗദി അറേബ്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഗൾഫ് നാടുകളിലൊക്കെ ലഹദ ചെയ്യുക. ഇടിയുന്ന മണ്ണാണ്. അപ്പോൾ മണ്ണിൻ്റെ അടിഭാഗം കൊണ്ടുപോയി തുരന്നിട്ട് ഒരു മയ്യത്തിന് കിടക്കാനുള്ള സ്ഥലം വെക്കും. ബാക്കി അവിടെ നടക്കും, പിന്നെ അങ്ങ് മണ്ണിട്ട് മൂടും. അതിനാണ് ലഹദ് എന്ന് പറയുക. ഇൽഹദൂലി ലഹദാ. ഹബീബായ നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറവ് ചെയ്ത പോലെ എന്നെ ലഹദിലാണ് മറവ് ചെയ്യേണ്ടത്. വൻസബു അലയ്യ ലബിന നസബാ, എൻ്റെ ഖബറിൻ്റെ മുകളിൽ ഒരു കല്ല് നിങ്ങൾ ഉയർത്തി വെക്കുക, മീസാൻ കല്ല് വെക്കുക. കമാ ഫഅല ബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിന് ചെയ്യപ്പെട്ടതുപോലെ അത്രയും ലളിതമായി മരിച്ചു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണ് എന്നോട് ചെയ്യേണ്ടത് എന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് എന്നവർക്ക് പിറകെ നമ്മൾ ഓർക്കുകയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ദാഹിയത്തും മിൻ അദ്ഹൽ അറബ്,
അറബ് ലോകം കണ്ട, ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായിരുന്നു, യുക്തിയുള്ള മഹാനായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ആഫ്രിക്കയിലേക്ക് ദീനിന്റെ വെളിച്ചം കൊണ്ടുപോയ സ്വഹാബി. മഹാന്റെ മരണം അവരുടെ മകനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. നമ്മളിത് കഴിഞ്ഞ ആഴ്ച ഒരു ക്ലാസ്സിൽ ആ ഒരൊറ്റ വസിയത്തിനെ സംബന്ധിച്ച് കുറിച്ച് മാത്രം ഒരു വാഴ്ന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആവർത്തിക്കുകയല്ല. നമുക്ക് ഒരുപാട് ഓൺലൈൻ പരിപാടി വീക്ഷിക്കുന്ന ഒരുപാട് സഹോദരിമാർ ഒരുപക്ഷെ ഈ ഒരു 8-10 പരിപാടികളായി ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ. അപ്പോൾ അത് ഞാൻ ആവർത്തിക്കുകയല്ല. ആവർത്തനം വിരസതയുണ്ടാവും. വിരസത ഉണ്ടാകുമ്പോൾ മടുപ്പ് വരും. അപ്പോൾ ദീനിനോട് മടുപ്പ് വരാൻ പാടില്ല. അതുകൊണ്ട് അത് മറ്റേതെങ്കിലും ആൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞാൻ ദീർഘമായിട്ട് പറയല്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരണമാസന്നമായപ്പോൾ ചുമരിലേക്ക് മുഖം പൊത്തിയിട്ട് കരഞ്ഞിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു ചുമരിലേക്ക് മുഖം പൊത്തി കരഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ചത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദീൻ എത്ര പഠിച്ചാലും തീരാത്തൊരു ലോകമാണ്, എത്ര പറഞ്ഞാലും തീരാത്തൊരു ലോകമാണ്. അപ്പം അത് നമ്മുടെ പള്ളിയിൽ ഖുതുബ നിർവഹിക്കുന്ന ഉസ്താദുമാർ വെള്ളിയാഴ്ച ദിവസം ഖുതുബക്ക് മുമ്പോ ശേഷമൊക്കെ ചിലയിടത്ത് വാളുകളുണ്ടാവും, പ്രഭാഷണങ്ങളുണ്ടാവും. നാട്ടിൽ വാളുകളുണ്ടാവും, പ്രഭാഷണങ്ങളുണ്ടാവും. ജനങ്ങൾ ഇൽമ് പഠിക്കണം, അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർക്കത്